വല്ലപ്പോഴും ഒക്കെയാണ് നേരത്തെ കാട്ടാന ഇറങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്നത് പതിവായി കഴിഞ്ഞിരിക്കുന്നു. വ്യാഴാഴ്ച രാത്രി മുള്ളരിങ്ങാട് പൂവത്തും കോളനിയിലും സമീപത്തെ കല്യാണി വലിയ പറമ്പലിന്റെ പുരയിടത്തിലെയും കൃഷികൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. കൃഷിയെല്ലാം കാട്ടാനയും കുരങ്ങും കാട്ടുപന്നിയും സംഘടിതമായിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതിൽ വലിയ പരാതി നാട്ടുകാർക്കുണ്ട്. വനം വകുപ്പിനോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞു മടുത്തിരിക്കുന്നു നാട്ടുകാർ. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങി ഒരു അപകടം. ഇതുവരെയും ആ പ്രദേശത്ത് ആരുടെയും ജീവൻ എടുത്തിരുന്നില്ല. കൃഷിക്കൊക്കെ നാശമുണ്ടാക്കും എന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ പ്രദേശത്ത് ഒരാളുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 23 വയസ്സുണ്ട്. നേരിമംഗലം വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നത് എന്നാണ് പൊതുവെ ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ കാട്ടാനകൾ വലിയ വയലൻ്റായിട്ട് ആക്രമണം നടത്തുമായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇതാ ഒരു ജീവൻ എടുത്തിരിക്കുന്നു. 24-കാരനായ അമർ ഇലാഹിയുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോകുന്ന സമയത്താണ് അമർ ഇലാഹിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതും ഒരാൾ അത്ഭുതകരമായി അമർ ഇലാഹിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടുന്നതും അമർ ഇലാഹിക്ക് രക്ഷപ്പെടാൻ കഴിയാതെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതും. സംസ്ഥാനത്ത് വീണ്ടും 2 ആഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു മനുഷ്യജീവൻ കൂടി എടുത്തിരിക്കുന്നു. 2 ആഴ്ച മുമ്പാണ്, കഴിഞ്ഞ 16-ാം തീയതിയാണ് കണാച്ചേരിയിലെ എൽദോസ് കോതമംഗലത്ത് അതിദാരുണമാം വിധം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഇതാ വീണ്ടും ആ കോതമംഗലത്തിന് തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശത്ത് തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയ 24 വയസ്സുകാരനായ അമർ ഇലാഹിയെയും കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. സന്ദീപ് രാജാക്കാടാണ് നമുക്കൊപ്പമുള്ളത്. സന്ദീപ് രാജാക്കാട്, തൊടുപുഴയിൽ കൊണ്ടുപോയെങ്കിലും അമർ ഇലാഹിയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥലത്ത് വെച്ച് തന്നെ അമർ ഇലാഹിക്ക് മരണം സംഭവിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത്? ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണോ? ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം, അല്ലേ? അത്തരത്തിലാണ് ഡോക്ടർ ഹരികുമാർ. ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഏതാനും അല്പം മുൻപ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നത്. ഈ ആശുപത്രി അധികൃതർ എത്തുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അവിടെ ആളുകൾ ഇടപെട്ടു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതായിരുന്നു നമുക്കും ആദ്യം ലഭിച്ചിരുന്ന വിവരം. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ആൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം 23 വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മനുഷ്യജീവനുകൾ നിരന്തരം പൊലിയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തടയിടുവാൻ, ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് 2022 വരെ വലിയ രീതിയിൽ കാട്ടാന ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ പ്രദേശത്ത്. എന്നാൽ 2022 ശേഷം 3-3.5 പതിറ്റാണ്ടിന് ശേഷം കാട്ടാന ആക്രമണം ആ പ്രദേശത്ത് വളരെ രൂക്ഷമായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.